നാട്ടിലേക്ക് വന്നപ്പോൾ കുറേയായി വിചാരിക്കുന്നു വൈക്കത്തമ്പലത്തിലേക്ക് പോയി അവിടെ പ്രാതൽ കഴിക്കണമെന്ന്. ഞാനൊരു തിരുവനന്തപുരംകാരാണ്. എന്നിരുന്നാൽ കൂടി ഈ വൈക്കത്തമ്പലവും ഈ വൈക്കത്തപ്പനും എന്നും എൻ്റെ ഹൃദയത്തോട് ചേർന്ന്. ഇവിടുത്തെ പ്രാതലിൻ്റെ രുചിയൊന്നും പറയേണ്ട കാര്യമില്ല. എത്ര കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് മതി വരില്ല. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, ഊട്ടുപേരിലേക്ക് വച്ച് പിടിച്ചു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ വൈഫും കൂടി ആ ക്യൂവിൽ അങ്ങോട്ട് കയറി. പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനമായി. ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കാനുള്ള സീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ ഇലകളെല്ലാം കൊണ്ട് ഇട്ടപ്പോഴത്തേക്കും മനസ്സിലൊരു സമാധാനമായി. പിന്നെ അത് കഴിഞ്ഞത് ചോറ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കറികളെല്ലാം വന്നു. ചോറ് വന്നു, ചോറിന് പുറകെ സാമ്പാർ വന്നു. ഇവിടുത്തെ അന്നദാനം ഞാൻ ഒരുപാടായി കഴിക്കുന്നത് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും എത്ര കഴിച്ചു കഴിഞ്ഞാലും ആ സ്വാദ് നമുക്ക് വിവരിക്കാൻ കഴിയില്ല. പിന്നെ അതിന് പുറകെ പച്ചമോര് വന്നു, പച്ചമോരിന് പുറകെ പായസം വന്നു. പായസത്തിൻ്റെ രുചിയൊന്നും പറയേണ്ട കാര്യമില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. പക്ഷേ ഇല കാലിയായത് മാത്രം ഞാൻ അറിഞ്ഞില്ല. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടുത്തെ പ്രാതൽ കഴിച്ചിരിക്കണം. അതിൻ്റെ സ്വാദം വേറെ തന്നെയാണ്. പിന്നെ ഒന്നും നോക്കില്ല, വൈക്കത്തപ്പനോട് യാത്രയും പറഞ്ഞ് ഞാനങ്ങ് തിരിച്ചു. പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.